ക്രിസ്തുവിൻ്റെ ഓർമ്മ 1855 ജാനുവരി 7 ചാൾസ് സ്പർജൻ ചെയ്ത പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 11:24. ഈ വാക്യം സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ മറക്കാൻ സാധ്യത ഉണ്ടാകാം എന്നാണ്. ഈ വചനത്തിൽ സൂചിപ്പിക്കുന്ന പ്രകാരം ആരെയാണോ അവർ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കേണ്ടത്, അവനെ അവർ മറക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നമ്മുടെ ഓർമ്മകളിൽ വിശ്വാസ്യത ഇല്ലാതായോ, നമ്മുടെ സ്മരണ ഉപരിവിപ്ലവമായി മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറുകയോ ചെയ്യാനുള്ള ഭയക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സ്നേഹപൂർവമായ പ്രബോധനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത് വെറും അനുമാനമല്ല, മറിച്ച് ഞങ്ങളുടെ അനുഭവത്തിൽ ഇത് നന്നായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു സാധ്യത എന്നല്ല, പക്ഷേ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. മാനസാന്തരപ്പെട്ടവരുടെ മേൽ ഇത്ര ഗുരുതരമായ കുറ്റം ചുമത്തുന്നത് ആദ്യം കേൾക്കുമ്പോൾ അതിശയകരമായി തോന്നാം. കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തവർ സ്വന്തം വീണ്ടെടുപ്പുകാരനെ എപ്പോഴെങ്കിലും മറക്കാൻ കഴിയുമെന്നുള്ളത് അസംഭവ്യമായ കാര്യമായാണ് തോന്നുന്നത്. നിത്യനായ ദൈവപുത്രൻ ശാശ്വതമായ സ്നേഹത്തോടെ സ്നേഹിച്ചവർ പുത്രനെ എങ്ങനെ മറക്കുവാൻ സാധിക്കും? പക്ഷേ ഇത് ചെവിയിൽ ഞെട്ടിക്കുന്നതാണെങ്കിലും കഷ്ടം തന്നെ. നമ്മുടെ കണ്ണിന് ഇത് വ്യക്തമായതിനാൽ നമുക്ക് ഈ വസ്തുത നിഷേധിക്കാൻ സാധിക്കില്ല. നമ്മെ ഒരിക്കലും മറന്നിട്ടില്ലാത്തവനെ നമ്മൾ മറക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കായി തൻ്റെ രക്തമൊഴുക്കിയവനെ മറക്കുന്നു. മരണം വരെ നമ്മെ സ്നേഹിച്ചവനെ മറക്കുന്നു. ഇത് സാധ്യമാണോ? അതെ, ഇത് സാധ്യമാണ് എന്നതിലപ്പുറം നമ്മുടെ മനസാക്ഷി ഏറ്റുപറയുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും ദുഃഖകരമായ തെറ്റാണ് എന്നാണ്. അതായത് നമുക്ക് ക്രിസ്തുവിനെ ഒഴികെ എല്ലാം ഓർക്കുവാൻ കഴിയുന്നു. ആരെയാണോ നമ്മുടെ ഹൃദയത്തിലെ രാജാവായി വെക്കേണ്ടത്, അവനെ തന്നെ നാം ഏറ്റവും എളുപ്പത്തിൽ മറക്കുന്നു. എവിടെയാണോ ഒരുവൻ തൻ്റെ ഓർമ്മ നിലനിൽക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നത്, ശ്രദ്ധയില്ലായ്മ അറിയാതെ വലിഞ്ഞു കയറി വരേണ്ടാത്തത്, അവിടെയാണ് മറവിയുടെ കാലുകളാൽ പങ്കിലമാകുന്നത്. ഓർമ്മ അതീവ ദുർബലമായി എത്തുന്ന സ്ഥലം. ഞാൻ ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും മനസാക്ഷിയോട് അഭ്യർത്ഥിക്കുന്നു, ഞാൻ പറയുന്ന സത്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾ യേശുവിനെ മറക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ? ചില ജന്തുക്കൾ നിങ്ങളുടെ ഹൃദയം കവർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മമത കാണിക്കേണ്ടവനെ നിങ്ങൾ കരുതലില്ലാതെ മറന്നുകളയുന്നു. നിങ്ങളുടെ കണ്ണ് സ്ഥിരമായി കുരിശിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ചില ഭൗതിക വ്യവഹാരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അപഹരിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് ആത്മാവിനെ അകറ്റുന്നത് അഭംഗമായ ലോകവും നിരന്തരമായ ഉച്ചഘോഷമുള്ള ഭൂമിയുമാണ്. ഹോ എൻ്റെ കൂട്ടുകാരെ, എന്തൊരു ദുഃഖകരമായ സത്യമാണിത്. നമുക്ക് മറ്റെല്ലാം ഓർത്തെടുക്കുവാൻ എളുപ്പമാണ്, പക്ഷേ നാം ഓർക്കേണ്ട ക്രിസ്തുവിനെ എത്ര അധികം എളുപ്പമായാണ് മറക്കുന്നത്. ഓർമ്മ ഒരു വിഷഭരിതമായ ചെടിയെ സൂക്ഷിക്കുമ്പോഴും ഷാരോനിലെ റോസിനെ വാടിപ്പോകുവാൻ അനുവദിക്കുന്നു. ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. അതിന് 1-2 വസ്തുതകളാണ് കാരണം. നാം ക്രിസ്തുവിനെ മറക്കുന്നതിന് കാരണം നാം യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരായിരിക്കുമ്പോഴും വീണ്ടും ജനിച്ചവരിലും ദൂഷണവും മരണവും ഇപ്പോഴും തുടരുന്നതാണ്. നാം അവനെ മറക്കുന്നതിന് കാരണം നാം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പഴയ ആദാമിനെ ഇപ്പോഴും വഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നാം കലർപ്പില്ലാതെ പുതുതായി ജനിച്ചവരായിരുന്നു എങ്കിൽ നാം ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവനായ അവൻ്റെ നാമം മറക്കുകയില്ലായിരുന്നു. നമ്മൾ പൂർണ്ണമായി പുനർജീവിച്ചവരായിരുന്നുവെങ്കിൽ നമ്മുടെ രക്ഷിതാവ് ചെയ്തതും സഹിച്ചതും അവൻ ആരാണെന്നും അവൻ മഹത്വത്തോടെ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തതും എല്ലാം ധ്യാനിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ പ്രതിപത്തി ഒരിക്കലും വ്യതിചലിക്കുകയില്ലായിരുന്നു. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മുഴുവൻ ആകർഷിതരായി തറപ്പിച്ച് സ്ഥിരമായി നമ്മുടെ ദൈവത്തിൻ്റെ മരണത്തെയും കഷ്ടപ്പാടുകളെയും ശാശ്വതമായി ആലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ദുഃഖകരമായി നമുക്ക് ഹൃദയത്തിൽ ഒരു കീടമുണ്ട്. ഒരു പാമ്പിൻ്റെ കുഴിയും ശവകുടീരവുമാണ് ഉള്ളിൽ. മോഹങ്ങളും അശുദ്ധ ചിന്തകളും ശക്തമായ ഹീനമായ ആസക്തികളും വിഷജലത്തിൻ്റെ ഉറവുകളെപ്പോലെ നിരന്തരമായ അശുദ്ധിയുടെ ഒഴുക്കുകൾ പുറത്തേക്ക് ഒഴുകിക്കുന്നു. ദൈവം അറിയുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. അതെൻ്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെറിയുവാൻ കഴിയുമെങ്കിൽ എത്ര നന്നായേനെ. എൻ്റെ മനസ്സ് അശുദ്ധ പക്ഷികളുടെ താവളമാണ്, ബീഭത്സമായ ദുഷ്ടതയുടെ കൂടാരമാണ്. അവിടേക്ക് വ്യാളികളും മൂങ്ങകളും സമ്മേളിക്കുന്നു. സകല അശുദ്ധ ദുഷ്ടജീവികളും അവിടെ വസിക്കുന്നു. ഒരു ഹൃദയം, അതിന് തുല്യമായ ഒന്നും ഇല്ലാത്തതത്രയും അധമമായത്, എല്ലാറ്റിനേക്കാളും കപടവും ദുഷ്ടതയുമുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ മറക്കുന്നത്.
ഇതിൻ്റെ ഏക കാരണം ഇത് മാത്രമല്ല, മറ്റെവിടെയോ ഇതിൻ്റെ കാരണം ഉണ്ടായിരിക്കാമെന്ന് ഞാൻ സംശയിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റു അനേകം വസ്തുക്കൾ ചുറ്റും ഉള്ളതിനാലാണ് നമ്മൾ ക്രിസ്തുവിനെ മറക്കുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്നു, അവ അങ്ങനെയാവില്ല. കാരണം അവ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും അവ യേശുക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമില്ല. അവ നമ്മുടെ ഹൃദയത്തോട് വളരെ അടുത്തിരുന്നാലും ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുമ്പോൾ അവ എന്താണ്? എന്നാൽ പ്രിയരെ, ഒരു വസ്തുവിൻ്റെ സാമീപ്യം അതിൻ്റെ ശക്തിയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നത് നിങ്ങൾക്കറിയാമോ? സൂര്യൻ ചന്ദ്രനേക്കാൾ അനേകം മടങ്ങ് വലിയതാണെങ്കിലും ചന്ദ്രൻ മഹാസമുദ്രത്തിലെ ഗതിമാറ്റത്തിന് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. അതിന് കാരണം ചന്ദ്രൻ സൂര്യനേക്കാൾ ഭൂമിയോട് അടുത്തായതിനാലാണ്. അതിന് കൂടുതൽ ആകർഷണ ശക്തിയുണ്ട്. അതുപോലെ ഭൂമിയിലെ ഒരു ചെറിയ ഇഴയുന്ന കീടത്തിന് പോലും സ്വർഗത്തിലെ മഹത്വമുള്ള ക്രിസ്തുവിനേക്കാൾ എൻ്റെ ആത്മാവിന് മേൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. ഒരു പൊന്നു ഭൂമി, ഒരു കാറ്റാലുള്ള പ്രശസ്തി, ഒരു കയ്യടിയുടെ ശബ്ദം, ഒരു വിജയകരമായ വ്യാപാരം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഇവയെല്ലാമാണ് എൻ്റെ മനസ്സിനെ ഉയരത്തിലെ ലോകത്തിലെ മഹത്വത്തേക്കാൾ ആഗ്രഹിക്കുക. അതെ, നിത്യതയുടെ ദർശനത്തേക്കാൾ. അതിൻ്റെ ലളിതമായ കാരണം ഭൂമി വളരെ അടുത്തതും സ്വർഗം ദൂരെയുമാണ് എന്നതാണ്. സന്തോഷമുള്ള ദിനം. ഞാൻ ദൂതന്മാരുടെ ചിറകുകളിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും എൻ്റെ കർത്താവിനരികെ എന്നേക്കും വസിക്കുകയും ചെയ്യുമ്പോൾ, അവൻ്റെ പുഞ്ചിരിയുടെ പ്രസന്നതയിൽ ചൂടേറ്റിരിക്കുമ്പോൾ, അവൻ്റെ മനോഹര മുഖകാന്തിയുടെ പ്രസരിപ്പിക്കുന്ന മഹത്വത്തിൽ ലയിക്കുകയും ചെയ്യുന്ന ദിനം. നാം മറന്നു പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് കാണാം. നമുക്ക് ഇതിനെപ്പറ്റി ലജ്ജിക്കാം. നമ്മുടെ കർത്താവിനെ നാം ഇത്രയധികം അവഗണിക്കുന്നു എന്നതിൽ ദുഃഖിക്കാം. ഇപ്പോൾ അവൻ്റെ വചനത്തെ ശ്രദ്ധിക്കാം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ ഗംഭീര വാക്കുകൾ നമ്മുടെ നന്ദികേടിൻ്റെ ഭീകരഭാവത്തെ അകറ്റുമെന്ന പ്രതീക്ഷയോടെ നാം ആദ്യമായി സംസാരിക്കുന്നത് 1. അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മയുടെ വസ്തുവിനെ പറ്റി. 2. ഈ വ്യക്തിയെ ഓർക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ. 3. നമ്മുടെ ഓർമ്മയ്ക്കായി സഹായകമായ ദൈവകൃപ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. 4. ഈ സ്നേഹനിർഭരമായ ആജ്ഞ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധാത്മാവ് എൻ്റെ അധരങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും തുറക്കട്ടെ. അതുവഴി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ.